പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളുടെ ഹൃദയത്തിൽ വരണം. സംസാരിക്കാനുള്ള വചനം കർത്താവ് തന്നെ ഞങ്ങളുടെ വായിൽ കൂടെ സംസാരിക്കണം. നീ വാക്കുകൾ തരണം. നീ തന്നെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ സജീവമായ ഈ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാനും രക്ഷയെ പ്രത്യാശിച്ചുകൊണ്ട് ജീവിക്കുവാനും നിൻ്റെ ദൈവമക്കൾ എന്നുള്ള ആ അനുഭവത്തിൽ ഇവിടെ ആയിരിക്കുവാനും അങ്ങനെ ജീവിക്കുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം ശ്രോതാക്കൾ ഈ വചനം കേൾക്കുവാനുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ ഇത് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമേ, മാറ്റങ്ങൾ വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ സമർപ്പിക്കുകയാണ്. എല്ലാ ആവശ്യങ്ങളും എല്ലാവരുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവ് അവയ്ക്കെല്ലാം ഉത്തരമരളയണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കുമാറാകണമേ. നിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച 2 കൊരിന്ത്യരുടെ 2-ാം അധ്യായം നമ്മൾ ധ്യാനിച്ചു. ഇന്ന് നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യത്തെ വാചകം ഞാൻ വായിക്കാം. ഞങ്ങൾ വീണ്ടും ആത്മപ്രശംസ ചെയ്യുകയാണോ? മറ്റു ചിലർക്ക് എന്നതുപോലെ ഞങ്ങൾക്ക് നിങ്ങളുടെ പേർക്കോ നിങ്ങളിൽ നിന്നോ ശുപാർശ കത്തുകൾ ആവശ്യമുണ്ടോ? പൗലോസ് ചോദിക്കുന്നത്, നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ശുപാർശ കത്ത് നൽകേണ്ടതുണ്ടോ? നിങ്ങൾക്കൊരു ശുപാർശ കത്ത് വേണോ? ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നും ഒരു ശുപാർശ കത്തിൻ്റെ ആവശ്യമുണ്ടോ? ഞങ്ങൾ വീണ്ടും ആത്മപ്രശംസ ചെയ്യുകയാണ്. പൗലോസ് ഒരല്പം കാര്യങ്ങൾ പറയുകയാണ്. ആത്മപ്രശംസ പോലെ തോന്നുന്നു, ആൾക്കാർക്ക് തോന്നും. പക്ഷേ പൗലോസിന് ആത്മപ്രശംസ ചെയ്യണമെന്ന് ഒട്ടും ആഗ്രഹമില്ല. എങ്കിലും ഞാനത് ആത്മപ്രശംസ ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ചെയ്യുകയാണോ? യഥാർത്ഥത്തിൽ നമ്മളെ ലോകത്തിൽ ആരും തന്നെ ആത്മപ്രശംസ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നാം എല്ലാ പ്രവൃത്തികളും, നമ്മുടെ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനത്താലാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും നൽകപ്പെടുന്നത്. പക്ഷേ നമ്മുടെ പ്രവൃത്തി മുഴുവനും ആത്മനിറവിലും ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ചും ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ചും ചെയ്യുന്നതാണ്, അല്ലാതെ നമ്മുടെ കഴിവുകൊണ്ട് ചെയ്യുന്നതല്ല. അതുകൊണ്ട് ആത്മപ്രശംസ ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് പൗലോസ് ആദ്യത്തെ വാചകത്തിൽ തന്നെ ഓർക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് ഇവിടെ ചില കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ എന്നാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് എല്ലാത്തിൻ്റെയും കാരണം, അല്ല നമ്മളാരും പ്രവർത്തിക്കുന്നില്ല. അതിനോട് ചേർന്നുള്ള വാക്യം, നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊരു ശുപാർശ കത്ത് ആവശ്യമുണ്ട്. പൗലോസിൻ്റെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനോ പൗലോസ് എങ്ങോട്ടേലും പോകാനോ നിങ്ങൾ എനിക്കൊരു ശുപാർശ കത്ത് തന്ന് ഞാൻ അങ്ങനെ പോകണോ? പൗലോസ് ലോകം മുഴുവൻ പ്രസംഗിച്ച് സുവിശേഷം അറിയിച്ച കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ആരുടെയും ശുപാർശ കത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ശുപാർശ കത്ത് എനിക്ക് ആവശ്യമുണ്ടോ? നമ്മൾ അപ്പോളോസ് എന്ന് പറയുന്ന ഒരാളിനെ അപ്പസ്തോല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. എഫേസോസിൽ വന്ന് പ്രസംഗിച്ച ഒരാളാണ്. വാഗ്മിയാണ്, നല്ല പഠനമുണ്ട്, ദൈവിക കാര്യങ്ങളെക്കുറിച്ച് പഴയ നിയമഗ്രന്ഥങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ പഠിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിയാണ്. നന്നായിട്ട് പ്രസംഗിക്കും. അദ്ദേഹം എഫേസോസിൽ വന്നു പ്രസംഗിച്ചു. പ്രിസ്കില്ല, ആക്വില ഇവരൊക്കെ
അന്നത്തെ പ്രധാനപ്പെട്ട ചില ആൾക്കാരാണ്. അവരൊക്കെ പ്രസംഗം കേട്ടു, അവർക്ക് താല്പര്യമായി. അത് കഴിഞ്ഞിട്ട് എഫേസോസിൽ നിന്ന് അക്കായിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് അപ്പോളോസ് ആഗ്രഹിച്ചു. അപ്പോൾ അവിടുത്തെ സഹോദരങ്ങൾ അദ്ദേഹത്തിന് ഒരു ശുപാർശ കത്ത് എഴുതി. അക്കായിയയിലെ ബ്രദേഴ്സിന്, സഹോദരങ്ങൾക്ക് എഴുതി കൊടുത്തു, ഇങ്ങനെ അപ്പോളോസ് വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കണം. അദ്ദേഹം വലിയൊരു ആത്മീയം, വലിയ പണ്ഡിതനുമാണ്. നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്യണമെന്നൊരു ശുപാർശക്കത്ത് എഴുതി. പൗലോസ് ഇവിടെ പറയുന്നത്, എനിക്ക് അങ്ങനെ ഒരു ശുപാർശക്കത്തിൻ്റെ ആവശ്യം ഇല്ല. രണ്ടാം വാക്യം, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടതും സകല മനുഷ്യരും അറിയുകയും വായിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ശുപാർശക്കത്ത് നിങ്ങൾ തന്നെയാണ്. അതെന്താണ് എൻ്റെ ആശയം? യഥാർത്ഥത്തിൽ കൊറിന്ത്യർ 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായം, ഈ 3 അധ്യായങ്ങൾ സുവിശേഷ വേലയുടെ ആ സജീവത്വം, ഫലദായകത്വം, അതിൻ്റെ പ്രാധാന്യം ഒക്കെ വിശദീകരിക്കുന്ന 3 അധ്യായങ്ങളാണ്. ബൈബിളിലെ പ്രധാനപ്പെട്ട സുവിശേഷ വേലയെക്കുറിച്ചുള്ള 3 അധ്യായങ്ങളാണ് 3, 4, 5 അധ്യായങ്ങൾ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടതും സകല മനുഷ്യരും അറിയുകയും വായിക്കുകയും ചെയ്യുന്നതുമായ ഞങ്ങളുടെ ശുപാർശ കത്ത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് എഴുതപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടു. നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളുണ്ടായി. അത് ആൾക്കാർ കാണും. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെയാണ് ശുപാർശ കത്ത്. നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും ദൈവവചനം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം മാറ്റങ്ങളുണ്ടായി എന്ന്. അത് മതിയല്ലോ. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അത് എഴുതപ്പെട്ടിരിക്കുകയാണ്, മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. അത് മതി. അത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ദൈവവചനത്തിൻ്റെ ആ ഫലദായകത്വം, അതെങ്ങനെ പ്രവർത്തിച്ചു എന്ന് മനസ്സിലാകും. അതുതന്നെ ഞങ്ങൾക്ക് ശുപാർശക്കത്ത്. കൊറിന്ത്യൻ സഭയിൽ 1.5 വർഷം പൗലോസ് പഠിപ്പിച്ചതാണ്. അവിടെ ഒരു സഭ ഉണ്ടാക്കാനുള്ള കാരണക്കാരന്, സ്ഥാപകൻ പൗലോസ് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ഒരു സഭയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ പൗലോസിന് ഒരു ശുപാർശക്കത്ത് പോലെ തന്നെയാണ്. ആ വിശ്വാസം അവർക്കുണ്ടായത് എല്ലാം. അപ്പോൾ അത് മതി എന്നാണ് പൗലോസ് പറയുന്നത്. 3-ാം വാചകം, മഷി കൊണ്ടല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട്, കൽപ്പലകകളിലല്ല, മനുഷ്യരുടെ ഹൃദയഫലയങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് നിങ്ങൾ. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ലിഖിതമാണ്. അത് മഷി കൊണ്ട് എഴുതിയതല്ല. മഷി കൊണ്ടോ ഏതെങ്കിലും പലകകളിലോ ഓലകളിലോ എഴുത്താണി ഉപയോഗിച്ച് എഴുതുന്ന രീതി ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലുമുണ്ടല്ലോ, കൊച്ചു കുട്ടികളെ പണ്ട് ഓലയിൽ എഴുതിക്കുക, എഴുത്താണി കൊണ്ട് എഴുതിയ ഓലയിൽ അത് നോക്കി ആശാന്മാരത് പഠിപ്പിക്കും. പക്ഷേ ഇവിടെ ഞങ്ങൾ നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചത് അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞു. അത് മഷി കൊണ്ട് എഴുതിയതല്ല, എഴുത്താണി കൊണ്ട് എഴുതിയതല്ല. പിന്നെങ്ങനെയാണ്? ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടാണ് എഴുതിയത്. പരിശുദ്ധാത്മാവ് കൊണ്ട് എഴുതപ്പെട്ടതാണ് നിങ്ങളുടെ ഹൃദയത്തിൽ എന്ന്. എടുത്തിവിടെ പറഞ്ഞിരിക്കുന്നത് ജീവിക്കുന്ന ദൈവം. അത് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു കാര്യം ഓർക്കണം. നമ്മുടെ ദൈവത്തെ പറയുന്ന ആ വിശേഷണത്തോടുകൂടി പറയുന്ന വാക്കാണ് ജീവിക്കുന്ന ദൈവം. എന്ന് വെച്ചാൽ അവർ വിഗ്രഹങ്ങളല്ലെന്ന് ചുരുക്കം. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, വിഗ്രഹമല്ല. പലരും കൈകൊണ്ട് മരത്തിലോ വേറെ ഏതെങ്കിലും
കളിമണ്ണ് കൊണ്ടോ മെറ്റൽ കൊണ്ടോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട്, അതാണല്ലോ വിഗ്രഹം, അതിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് വിഗ്രഹാരാധനയാണ്, ഞങ്ങൾ എന്തൊരു മടയത്തരമാണ് ചെയ്യുന്നത് എന്നവർ ആക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. നമുക്ക് ദൈവത്തെ ഉണ്ടാക്കാൻ ഒക്കുമോ? സജീവ ദൈവം നമ്മളെ ഉണ്ടാക്കി കൈകൊണ്ട്. ആദത്തെ സൃഷ്ടിച്ച ആ വലിയ ചരിത്രവും സംഭവമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ സൃഷ്ടിച്ചു, അല്ല നമുക്ക് ദൈവത്തെ ഉണ്ടാക്കാൻ ഒക്കുമോ? ഏതെങ്കിലും വിധത്തിൽ? എന്തൊരു മണ്ടത്തരമാണ്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നത് മാത്രമല്ല, അതിനെ എടുത്ത് ചുമന്നുകൊണ്ട് നടക്കുന്നത് എത്രയോ തെറ്റായ ഒരു സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് അത് മനസ്സിലാക്കുന്നില്ല എന്ന് ചിന്തിക്കണം. സജീവ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടാണ് നിങ്ങളിൽ ഈ വചനങ്ങൾ ഞങ്ങൾ പറയാനുള്ളതൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. കൽപ്പലകകളിലല്ല, മനുഷ്യരുടെ ഹൃദയ ഫലകങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് നിങ്ങൾ. കൽപ്പലകകളിലല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, പഴയ നിയമത്തിൽ കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട്, 10 കൽപ്പനകൾ നമ്മൾ അനുസരിക്കേണ്ടതാണ്. എന്തെല്ലാം അനുസരിക്കണം, എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യരുത് എന്ന് പ്രത്യേകം എഴുതിയ കൽപ്പനകളാണ്. പുറപ്പാട് പുസ്തകം 31:8, 31 അധ്യായം കൽപ്പനകളുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. രണ്ടാമത് മോശ അത് എഴുതിയെടുക്കുന്നത് പുറപ്പാട് 34. അപ്പം 31, 32 അധ്യായത്തിൽ ഇതിൻ്റെ കാര്യങ്ങളുണ്ട്. നിയമങ്ങളെല്ലാം കൽപ്പലകകളിൽ ആണ് എഴുതപ്പെട്ടത്. മോശയുടെ കയ്യിൽ അങ്ങനെ എഴുതി കൊടുത്തു, അത് നമുക്കറിയാം. അത് കൽപ്പലകളാണ് എഴുതിയെങ്കിൽ, ഇപ്പോൾ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആ വചനങ്ങൾ ഹൃദയ ഫലകങ്ങളിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്, ഹൃദയമാകുന്ന ഫലകങ്ങളിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അത് പ്രത്യേകം ഓർത്ത് വേണം. നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കണം. പലരും പറയും, എനിക്ക് കൽപ്പനകളെല്ലാം അറിയാം, അതിൻ്റെ വിശദീകരണങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം അറിയാം, എങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ ചിലരുടെ വിചാരം. അങ്ങനെയൊക്കെ എനിക്കെല്ലാം അറിയാം. ഈ അറിവല്ല ഒരാളെ ശ്രേഷ്ഠനാക്കുന്നത്. ഒരു പുതിയ സൃഷ്ടിയാകുക എന്നുള്ളതാണ് പരമപ്രധാനം. ചിലർ പറയാൻ ഈ കൽപ്പന അറിയാൻ തലച്ചോറിൽ അതെല്ലാം ഉണ്ട്. ഈ തലച്ചോറിലുണ്ട് ബുദ്ധിപരമായ അറിവ്, അതൊന്നുമല്ല ദൈവം നോക്കുന്നത്. ഹൃദയത്തിന് മാറ്റമുണ്ടായോ, പുതിയ സൃഷ്ടിയായോ, അതാണ് ഹൃദയഫലകങ്ങളിൽ എഴുതുക എന്ന് പറയുന്നത്. മാംസമുള്ളമായൊരു ഹൃദയം നമുക്ക് തരുമെന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടില്ലേ? അവിടെ ദൈവത്തിൻ്റെ വചനങ്ങൾ എഴുതപ്പെടുകയാണ്. ബുദ്ധിപരമായ അറിവ് അല്ല, ആ അറിവിനെ ദൈവം കാര്യമാക്കുന്നില്ല. ലോകജ്ഞാനത്തെക്കുറിച്ച് ദൈവം നമ്മളെ വലിയ കാര്യത്തിലൊന്നും എടുക്കുന്നില്ല. പിന്നെയോ ആത്മനിറവിൽ ആ ആത്മാവിൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയഫലകങ്ങളിൽ എഴുതപ്പെടണം. അതിലാണ് പ്രാധാന്യം എന്നാണ് പൗലോസ് പറയുന്നത്. സുഭാഷിതങ്ങളിലെ ഒരു വാക്യം ഞാൻ വായിക്കുകയാണ്. എൻ്റെ കൽപ്പനകളും ഉപദേശങ്ങളും നിൻ്റെ വിരലിലണിയുക, ഹൃദയത്തിലെ ഫലകത്തിൽ അത് കൊത്തിവയ്ക്കുക. സുഭാഷിതങ്ങൾ 7:3. സുഭാഷിതങ്ങൾ 3:3 വേറൊരു വാക്യം പറയുന്നു, കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ, അവയെ നിൻ്റെ കഴുത്തിൽ അണിയുക, ഹൃദയഫലകത്തിൽ കൊത്തിവയ്ക്കുകയും ചെയ്യുക. ഹൃദയത്തിൽ അത് വരണം. നമുക്ക് വേറൊരാളോട് കരുണയും സഹതാപവും അനുകമ്പയും ഒക്കെ തോന്നണമെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വരണ്ടേ? അവൻ പാവപ്പെട്ടവനാണെന്ന് നമ്മുടെ ബുദ്ധിയിൽ തോന്നിയാൽ പോരല്ലോ. നമ്മുടെ ഹൃദയത്തിൽ അത് പ്രവർത്തിച്ച് അവനോട് കരുണ ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കണം. കൽപ്പനകളെല്ലാം അത് ഹൃദയത്തിൽ നിന്ന് ഉയരണം, ഹൃദയത്തിൽ മാറ്റം വരുത്തണം. അതാണ് മനസ്താപം എന്നൊക്കെ പറയുന്നതിൻ്റെ എല്ലാം അർത്ഥം അതാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മഷി കൊണ്ടല്ല, പിന്നെയോ ജീവനുള്ള ദൈവം തന്നെ നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു. 1 തെസ്സലോനിക്ക
1-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഞാൻ വായിക്കാം, എന്നെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഞങ്ങൾക്ക് ഏത് വിധത്തിലുള്ള സ്വാഗതമാണ് നിങ്ങളിൽ നിന്ന് ലഭിച്ചതെന്നും ജീവിക്കുന്ന സത്യദൈവത്തെ സേവിക്കുന്നതിനും യേശു എന്ന അവിടുത്തെ പുത്രനെ സ്വർഗത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിനും വേണ്ടി വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളെ പ്രകാരം പിന്തിരിഞ്ഞു എന്നും അവർ ഞങ്ങളോട് വിവരിച്ചു. തെസ്സലോനിക്കയിലെ ആൾക്കാർക്ക് എഴുതുകയാണ്, നിങ്ങൾ വിഗ്രഹാരാധനയിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു. ആ വിവരങ്ങളൊക്കെ നമുക്ക് കത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് വിഗ്രഹങ്ങളിൽ നിന്ന് അവർ മാറിയത്? 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ജീവിക്കുന്ന ദൈവത്തെ സേവിക്കണം. അപ്പോൾ ജീവിക്കുന്ന ദൈവത്തെ സേവിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? വിഗ്രഹങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. രണ്ടും കൂടെ ഒക്കത്തില്ല. ദൈവത്തെയും മാമോനെയും കൂടെ സേവിക്കാൻ സാധ്യമല്ല. ജീവിക്കുന്ന ദൈവത്തെ സേവിക്കണമെങ്കിൽ വിഗ്രഹങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. 2ാമത് പറഞ്ഞിരിക്കുന്നത്, യേശു കർത്താവിനെ സ്വർഗത്തിൽ നിന്നും പ്രതീക്ഷിക്കണം. നമുക്കൊരു പ്രതീക്ഷയേ ഉള്ളൂ, ഒരാളുടെ മുഖത്തെ നോക്കുന്നുള്ളൂ. യേശു ക്രിസ്തുവിന് അവൻ 2ാമത് വരും, ന്യായവിധി നടത്തും. നമ്മളത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതീക്ഷ നമ്മൾ നിലനിർത്തണമെങ്കിൽ വിഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ ഓടി മാറണം. രണ്ടും കൂടെ ഒക്കത്തില്ല. നമ്മുടെ ദൃഷ്ടി യേശു കർത്താവ്, അവൻ സ്വർഗത്തിൽ ഇരിക്കുന്നു, അവനിലായിരിക്കണം. അപ്രത്യാശയിലായിരിക്കണം നമ്മുടെ ഹൃദയം എന്ന് ഓർത്തോണം. നമ്മുടെ മനുഷ്യൻ്റെ വിശുദ്ധീകരണമെന്ന് പറയുന്നത് തന്നെ ദൈവമാണല്ലോ ഹൃദയത്തിൽ എഴുതുന്നത്. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ നമ്മളെ വിശുദ്ധീകരിക്കുന്നത്? അത് ആത്യന്തികമായി പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയാലാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് എന്നോർക്കണം. നമുക്ക് സ്വയമായി അങ്ങ് വിശുദ്ധീകരിക്കപ്പെടാവോ എന്ന് ചോദിച്ചാൽ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യണം, പക്ഷെങ്കിൽ നമ്മളതിന് ശക്തരല്ല. ആത്മനിറവിൽ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകുക തന്നെ ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വരികയാണെങ്കിൽ നിങ്ങളെ എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരും നിങ്ങൾ അതിൽ ശ്രദ്ധയുള്ളവരും ആയിത്തീരും. അപ്പോൾ ആത്മാവ് വന്ന് അത് പ്രവർത്തിക്കുമ്പോഴാണ് അതിന് സാധിക്കുന്നത് എന്ന് അർത്ഥം. യേശു കർത്താവ് ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് നിക്കോദിമോസിനോട്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകണമെന്ന് പറയുന്നത് ബാഹ്യമായി കാണുന്ന ചില മാറ്റങ്ങളല്ല. എങ്ങനെയാണ് ഈ സ്വർഗത്തിൽ പോകുന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിക്കോദിമോസിനെ യേശു പഠിപ്പിച്ചു. അദ്ദേഹം യഹൂദ പണ്ഡിതനും ഗുരുവുമാണ്. അപ്പോൾ ആ വലിയ ഒരു സംഗതി അദ്ദേഹത്തിനോട് പറയേണ്ടത് ആവശ്യമാണ്. യേശു പറഞ്ഞു, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അദ്ദേഹത്തിന് ആദ്യം മനസ്സിലായില്ല. ഏതായാലും കർത്താവ് അത് വിശദീകരിച്ചു കൊടുത്തു. ആത്മാവിൽ നമ്മൾ വീണ്ടും ജനിക്കണം, അല്ലാതെ ഒന്നും നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ല. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചതേ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു നശ്വരമായ ബീജം സ്വീകരിച്ച് ജനിച്ചു. എത്ര വർഷം ജീവിക്കും? 80, 100, 120 ആയിക്കോട്ടെ, ഏതായാലും നശ്വരമാണ്. ആ ബീജം അത്ര വർഷമേ ജീവിച്ചിരിക്കത്തുള്ളൂ. സ്വർഗരാജ്യത്തിൽ ജീവിക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം. ഈ വാക്കാണ് യേശു പറഞ്ഞത്. എങ്ങനെ ജനിക്കണം? ആത്മാവിൽ ജനിക്കണം. ജനിക്കുമ്പോൾ ജനിക്കാത്ത ആരെങ്കിലും ജീവിച്ചുകൊണ്ടിരിക്കുമോ? ജനിച്ചിട്ട് വേണം ജീവിക്കാൻ. അപ്പോൾ ആത്മാവിൽ അവൻ ജനിക്കണം, ദൈവത്തിൻ്റെ മകനായിട്ട്, പരിശുദ്ധാത്മാവിനാൽ. അപ്പോൾ അവൻ ജനിച്ചു, അവൻ സ്വർഗത്തിലെ ഒരു കുഞ്ഞായിട്ടിരിക്കുക, വളരണം, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയാണ്. അപ്പോൾ ജനിക്കാത്ത ആർക്കും സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല. പേര് വിളിക്കുമ്പോൾ അവൻ ജനിച്ചില്ലെന്നല്ലേ പറയാനൊക്കെ ഉള്ളൂ. ജനിച്ചവർ മാത്രമേ പോകാനൊക്കെ ഉള്ളൂ. അപ്പോൾ അവൻ ആത്മാവിൽ ജനിക്കണം, വീണ്ടും ജനിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥമത നിക്കോദിമോസിന് അവസാനം അത് മനസ്സിലായി കാണും. തീത്തോസ് എഴുതിയിരിക്കുന്നു,
3-ാം അധ്യായം 4-5 വാക്യങ്ങൾ. തീത്തോസ് എഴുതിയതല്ല, പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്. നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താൽ അത്രേ. പുനർജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താൽ ആണ് നമുക്ക് ഈ രക്ഷ ലഭിച്ചിരിക്കുന്നതെന്ന് പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, ഇത് ഹൃദയത്തിൽ എഴുതുന്നു, ആത്മാവിനാൽ എഴുതുന്നു. എഴുത്താണി കൊണ്ടല്ലല്ലോ, ആത്മാവിനാൽ എഴുതുന്നു. 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ കൽപ്പലകളിലാണ് കൊടുത്തത്. അത് ദൈവത്തിൻ്റെ കൈയെഴുത്തായിരുന്നു. ആ പലകൾ ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ കരവേലയായിരുന്നു. രണ്ടാമത് എഴുതിയപ്പോൾ മോശ തന്നെ എഴുതേണ്ടി വന്നു. അപ്പോൾ വ്യത്യാസം അതാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് തന്നെയാണ് അത് എഴുതുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇതിൽ ഈ ആശയം പറയുമ്പോൾ പൗലോസ് ഒരു കാര്യം ഇനിയുള്ള ഭാഗങ്ങളിൽ അത് എഴുതുകയാണ്. 4 മുതൽ 18 വരെയുള്ള ആ വാക്യങ്ങളിൽ യഹൂദ ചിന്താഗതിയും പുതിയ നിയമത്തിലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ തമ്മിൽ ഒരു വാദഗതി നടക്കുകയാണ്. ഒരു വ്യത്യാസമുണ്ട്. അത് പറയുകയാണ് സത്യത്തിൽ. ഇത് യഥാർത്ഥത്തിൽ റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും വളരെ വിശദമായിട്ട് പൗലോസ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സാരാംശമാണ് ഇവിടെ 4 മുതൽ ഇനിയും 18 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അതായത് നിയമത്തിൻ്റെ പ്രത്യേകത നമ്മൾ എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, അത് പറഞ്ഞു തരുന്നു. പക്ഷെങ്കിൽ അത് പറഞ്ഞു തരുമ്പോഴും അത് ചെയ്യേണ്ട ക്രമത്തിൽ ചെയ്യുവാനുള്ള ശക്തി നമുക്ക് ആ കൽപ്പന തരുന്നില്ല. പുതിയ നിയമത്തിലെ പ്രത്യേകത രക്ഷാകര മാർഗമാണല്ലോ, അത് ആത്മാവിനാലാണല്ലോ അത് എഴുതപ്പെട്ടത്, ഹൃദയത്തെയാണല്ലോ അത് സ്പർശിച്ചിരിക്കുന്നത്, ആത്മാവിൻ്റെ പ്രേരണയാലാണല്ലോ അപ്പോൾ നമ്മൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ചില പ്രത്യേകതകളുണ്ട്. ചെയ്യരുത്, ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരിക മാത്രമല്ല, അത് അനുസരിച്ച് ജീവിക്കുവാനുള്ള ശക്തി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരും. ഇതാണ് എൻ്റെ പ്രത്യേകത. ആത്മാവിനാലാണല്ലോ വീണ്ടും ജനിച്ചത്. ആത്മാവിനാൽ വീണ്ടും ജനിച്ചവർക്ക് അങ്ങനെ ചെയ്യുവാനുള്ള അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് എന്ന് നമ്മൾ ഓർക്കണം. 4 മുതലുള്ള 18 വാക്യങ്ങൾ ഈ ആശയങ്ങളൊക്കെ പൗലോസ് ഒന്ന് വിശദീകരിക്കുകയാണ്. ഞാൻ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. പൗലോസ് തന്നെ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ കൃപാദാനമല്ലാതെ, ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? നമ്മുടെ ശരീരമെന്ന് പറയുന്നത് ബലഹീനമായ ഒരു സംഗതിയാണ്. ആത്മാവ് പറയുന്നത് പോലെ ജീവിക്കുവാൻ ശരീരം ചിലപ്പോൾ നമ്മളെ അനുവദിക്കത്തില്ലെന്ന് വരും. ആത്മാവിൽ നമ്മൾ ശക്തി പ്രാപിക്കുമ്പോഴാണ് പാപത്തിൽ നിന്നൊക്കെ മാറി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. പ്രാർത്ഥിക്കണമെന്ന് ചിലപ്പോൾ ആഗ്രഹം കാണും, ശരീരം സമ്മതിക്കത്തില്ല, ഉറക്കം വരികയാണ്. അതുകൊണ്ടാണ് ഗെത്സമേന തോട്ടത്തിൽ വെച്ച് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞില്ലേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ. യേശു വന്ന് നോക്കിയപ്പോൾ അവർ ഉറങ്ങുക. അപ്പോൾ യേശു പറഞ്ഞു, ആത്മാവ് ശക്തി ഉള്ളതാണെങ്കിലും ശരീരം ബലഹീനമാണ്. അത് അവരോട് പറഞ്ഞെങ്കിലും നമ്മളോടും അത് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ശരീരം ബലഹീനമാണ്. ആത്മാവ് ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ആത്മാവിൻ്റെ ഇച്ഛയനുസരിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ശരീരം ഉത്തേജിക്കപ്പെടാതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കണം എന്ന ചുരുക്കം.
സ്വന്തമായിട്ട് എന്തെങ്കിലും മേന്മ നമുക്ക് പറയാനൊക്കത്തില്ല. അതെല്ലാം കർത്താവ് തന്ന ദാനങ്ങളാണ്. ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. 6-ാം വാക്യം, അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല, ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ യോഗ്യരായിരിക്കുന്നു. ഞങ്ങളെ യോഗ്യരാക്കിയത് ആരാണ്? ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, അല്ലാതെ ഒന്നും ചെയ്യുന്നതല്ല. പുതിയ ഒരു ഉടമ്പടിയാണ് ഇത്. അത് പുതിയ ഒരു ഉടമ്പടി എന്നതിനെക്കുറിച്ച് ഹെബ്രായ ലേഖനം 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ എന്താണ് പുതിയ ഉടമ്പടി എന്ന് പൗലോസ് തന്നെ എഴുതിയിട്ടുണ്ട്. ആ വാക്യം ഞാൻ വായിക്കാം. ഹെബ്രായ ലേഖനം 8-ാം അധ്യായം 10-ാം വാക്യം. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും, അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് ജനവും. ഹൃദയത്തിൽ ആലേഖനം ചെയ്യുക. അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് പ്രവർത്തിക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് തരുന്നു. അങ്ങനെ ആകുമ്പോൾ ഞാൻ അവർക്ക് ദൈവം, അവരെൻ്റെ ജനവുമായിരിക്കും. എല്ലാവരും ഞാനങ്ങ് ദൈവത്തിൻ്റെതാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വീണ്ടും ജനിക്കണം, ആത്മനിറവിലായിരിക്കണം, ആ ഹൃദയത്തിൽ എഴുതപ്പെട്ട വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് തരുമല്ലോ. അങ്ങനെ നമ്മൾ ജീവിക്കണം. അപ്പോൾ ദൈവം പറയുന്നു, ഞാൻ അവരുടെ ദൈവമായിരിക്കും, നമ്മളോ അവൻ്റെ ജനവും ആയിരിക്കും. ഇതാണ് പുതിയ ഉടമ്പടി. പഴയ ഉടമ്പടി കൽപ്പനകൾ, എഴുതപ്പെട്ട കൽപ്പനകൾ പാലിക്കണം. നിങ്ങൾ എൻ്റെ രാജ്യവും പുരോഹിതഗണവും നിങ്ങൾക്ക് രാജ്യമൊക്കെ തരും എന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കുകയാണ്, നമ്മളെ മക്കളാക്കി മാറ്റുകയാണ്. അവർ എൻ്റെ ജനം, ഞാൻ അവർക്ക് ദൈവം. ഇതാണ് എൻ്റെ പ്രത്യേകത. പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത അതാണ്. 7-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. കൽപ്പലകളിൽ എഴുതപ്പെട്ട മരണത്തിൻ്റെ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടത്. ആ തേജസ്സിന് ഇരുന്നപ്പോൾ പോലും ഇസ്രായേൽ ജനത്തിന് നോക്കാനാവാത്തത് മോശയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു. ഒരു കാര്യം പൗലോസ് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. മോശയ്ക്ക് സിനായ് പർവ്വതത്തിൽ 40 ദിവസം 40 പകലും 40 രാത്രിയും ദൈവവുമായിട്ട് സംസർഗത്തിലായിരുന്നു. ഒരു വലിയ രൂപാന്തരീകരണം സംഭവിച്ചു. മോശയുടെ മുഖം ജ്വലിച്ചു. ദൈവമാണ് പ്രകാശം, ദൈവമാണ് ജ്വലിക്കുന്നവൻ. പക്ഷേ മോശ പർവ്വതത്തിൽ ദൈവത്തോടു കൂടി ഒപ്പമായിരുന്നപ്പോൾ, അതിന് ശേഷം ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ, കൽപ്പലകളുമായിട്ട് ഇറങ്ങി വരുന്നത്, അവൻ്റെ മുഖം ശോഭിച്ചു. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പുറപ്പാട് 34 അതൊക്കെ വിവരിച്ചിട്ടുണ്ട്. അഹ്റോന് പോലും മോശയുടെ മുഖത്തേക്ക് നോക്കാൻ ഒത്തില്ല, പ്രയാസമാണ്, അത്ര തേജസ്സാണ്. അപ്പം ആ കാര്യം ഇവിടെ പൗലോസ് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അത് മോശയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു. പിന്നെ മോശ എന്താ ചെയ്യുന്നത്? ജനങ്ങളോട് സംസാരിക്കുമ്പോൾ മുഖം മൂടും. അതാണ് ഈ മൂടുപടം എന്നുള്ള ഒരു ആശയം പഴയ നിയമത്തിൽ വരുന്നത്. അതിന് പ്രത്യേക അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ദൈവത്തോട് സംസാരിക്കുമ്പോൾ മൂടുപടം ഒന്ന് മാറ്റും. അപ്പം ജനങ്ങൾക്ക് ഈ ശോഭ കാണുവാൻ പ്രയാസമായതുകൊണ്ടാണ് അങ്ങനെ മൂടിയിരുന്നത്. മൂടുക എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ പിന്നീട് അടുത്ത വാചകത്തിൽ പറയും. അടുത്ത് പറയുന്നത് 8-ാം വാചകം പറയുകയാണ്, അങ്ങനെയെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ എത്രയോ തേജസ്സുറ്റതായിരിക്കും. മോശയുടെ ശുശ്രൂഷ അത് താൽക്കാലികമായിട്ടുള്ളതും കുറേ വർഷത്തേക്കുള്ളതുമാണ്. കൽപ്പനകൾ എഴുതിയ നിയമങ്ങളാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് പോലും മുഖം തേജസ്സുറ്റതായി. ഇപ്പോഴത്തെ ശുശ്രൂഷയുടെ പേര് ആത്മാവിൻ്റെ ശുശ്രൂഷ എന്നാണ്. ആത്മാവാണല്ലോ ഇവിടെ പ്രവർത്തകൻ. ആത്മാവിൻ്റെ ശുശ്രൂഷ മറ്റേതിനെക്കാട്ടിൽ തേജസ്സായിരിക്കും. പൗലോസ് അത് വ്യാഖ്യാനിച്ച് പറയുകയാണ്. ഏറ്റവും പ്രധാനമായ ആത്മാവിൻ്റെ ശുശ്രൂഷ നടത്തുമ്പോൾ കൽപ്പനകളിൽ എഴുതിയ 10 കൽപ്പനകളുടെ ആ ശുശ്രൂഷയെക്കാട്ടിൽ തേജസ് കൂടി നിൽക്കും, അതിന് സംശയമില്ല. മോശയുടെ മുഖം പ്രകാശിച്ചെങ്കിൽ അതിനെക്കാട്ടിൽ പ്രകാശമായിരിക്കും, തേജോമയമായിരിക്കും ഈ പുതിയ ശുശ്രൂഷ
അതിന് പേര് കൊടുത്തിരിക്കുന്നത് ആത്മാവിൻ്റെ ശുശ്രൂഷ. എത്രയോ തേജോമയമായിരിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, സൂര്യൻ പ്രകാശിച്ച് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശം മങ്ങിപ്പോകും. ഇതുപോലെ പുതിയ നിയമത്തിലെ ആ ആത്മീയ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പഴയ നിയമത്തിൻ്റെ ആ നിയമാനുഷ്ഠാനമെന്നുള്ള ആ ശുശ്രൂഷ മങ്ങിപ്പോകും. ആ തേജസ് പുതിയ ഈ തേജസ്സിന് വഴിമാറിക്കൊടുക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇനി മൂടുപടത്തെക്കുറിച്ച് ഒരു കാര്യം അറിഞ്ഞിരിക്കണം. പഴയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളും പുതിയ നിയമത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ പല സൂചിത അർത്ഥങ്ങളുള്ള കാര്യങ്ങളായിരുന്നു. യേശുവിൻ്റെ ബലിയെക്കുറിച്ച്, അതാണ് പഴയ നിയമത്തിലെ ഹോമബലികളുടെ ഒക്കെ സൂചന. അപ്പോൾ ഈ സൂചനയുടെ അർത്ഥം പഴയ നിയമത്തിൽ അവർക്ക് മനസ്സിലായി കാണത്തില്ല. മൂടുപടം ധരിച്ചിരുന്നു എന്നതിൻ്റെ അർത്ഥം അതാണ്. അറിയാൻ വയ്യാതെ അവർക്ക് മയങ്ങി കിടക്കുക. അവരുടെ ആത്മാവ് ഒരർത്ഥത്തിൽ ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലായിരുന്നു നമുക്ക് പറയാം. മൂടുപടം മാറിയെങ്കിൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം പിടികിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് അവർ വർഷം തോറും ഹോമബലി അർപ്പിച്ചു, ആടുകളെ ബലിയർപ്പിച്ചുകൊണ്ടിരുന്നത്. പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇവിടെ കാൽവരിയിൽ പഴയ നിയമത്തിൻ്റെ സൂചിതാർത്ഥങ്ങളുള്ള എല്ലാ കാര്യങ്ങളും ബലികളുമെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി അത് ആവർത്തിക്കേണ്ട കാര്യമില്ലെന്ന് ഹെബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞ ഇതിനെക്കുറിച്ച് ഇവർക്ക് മനസ്സിലായില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചാൽ അത് അവർക്ക് മൂടപടമായിരുന്നു, മനസ്സിലായില്ല, മൂടപ്പെട്ടിരുന്നു നമുക്ക് പറയാം. യഥാർത്ഥത്തിൽ ഇതിൻ്റെ അർത്ഥം ദൈവം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതൊരു തുറവയോടുകൂടി അംഗീകരിക്കുവാൻ അവർ തയ്യാറായില്ല. അതതിൻ്റെ കാര്യം. യേശു ഈ പരസ്യ ജീവിതത്തിലൊക്കെ ഇവിടെ നടന്ന കാലത്ത് എത്രയോ പ്രാവശ്യം പറഞ്ഞു, ഞാനാണ് അയക്കപ്പെട്ടവൻ, ഞാനാണ് ക്രിസ്തു. ഇതൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവർ മനസ്സിലാകുന്നില്ല, അഥവാ മനസ്സിലാക്കിയാൽ തന്നെ അംഗീകരിക്കുന്നില്ല. പാവപ്പെട്ടവരെന്ന് പറയുന്ന എത്രയോ പേര് അംഗീകരിക്കുന്നു. ശമറിയക്കാർ സ്ത്രീയെ അംഗീകരിക്കുന്നു, അന്ധനായ മനുഷ്യൻ അംഗീകരിക്കുന്നു, പാവപ്പെട്ട ജനങ്ങളെ അംഗീകരിക്കുന്നത് നീ യഥാർത്ഥത്തിൽ ക്രിസ്തു തന്നെയെന്ന് ശമറിയക്കാർ സ്ത്രീ പറഞ്ഞില്ലേ? അപ്പോസ്തലന്മാരത് പറഞ്ഞില്ലേ? അതുകൊണ്ടാണല്ലോ അവർ കൂടെ നടന്നത്. അപ്പോൾ അവർക്കത് മനസ്സിലായി. വലിയ അറിവിജ്ഞാനമൊക്കെ ഉണ്ടെന്ന് പറയുന്ന നിയമജ്ഞര്, പണ്ഡിതര്, ഫരീസ്യര്, അവർക്കത് മനസ്സിലാകുന്നുമില്ല. കാര്യം മൂടുപടം അവരുടെ മേളിൽ കിടന്നിരുന്നു എന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ കാരണവും പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഹൃദയം കഠിനമായിരുന്നു എന്നാണ് അതിൻ്റെ സൂചന. അവരുടെ ഹൃദയം കഠിനമായിരുന്നു. ഫറവോൻ്റെ ഹൃദയം കഠിനമായിരുന്ന പോലെ ഇസ്രായേൽ ജനത്തിൻ്റെയും ഹൃദയം കഠിനമായിരുന്നു. എന്തുകൊണ്ടാണ്? ഒരിക്കലും സദൂക്കയരെ യേശുവിനോട് തന്നെ ചോദിച്ചു. സദൂക്കയർ ചോദിക്കുക, ഈ മോശ വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നു, യേശു പറഞ്ഞു, ദൈവത്തിൻ്റെ വചനങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് പ്രാപ്തരല്ലാതിരുന്നത് കൊണ്ടാണ് മോശ അങ്ങനെ ഒരു അനുവാദം നിങ്ങൾക്ക് തന്നത്. ഹൃദയകാഠിന്യമാണ് അതിന് കാരണമെന്ന് യേശു പറഞ്ഞു. അപ്പോൾ ആത്മാവിൻ്റെ ശുശ്രൂഷ എത്രയോ തേജോമയമായിരിക്കും. 9-ാമത്തെ വാക്യം, എന്തുകൊണ്ടെന്നാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമായിരുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജോമയം ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ശുശ്രൂഷകളെയും പൗലോസ് പ്രത്യേക വാക്കുകൾ കൊണ്ടാണ് ഇപ്പോൾ ഇനിയും പറയാൻ പോകുന്നത്. ഒന്ന് ശിക്ഷാവിധിയുടെ ശുശ്രൂഷ, പുതിയത് നീതിയുടെ ശുശ്രൂഷ. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കും, എടാ മോനെ നീ അത് ചെയ്തില്ലെങ്കിൽ നിനക്ക് നല്ല അടി ഞാൻ തരുമേ എന്ന് ഒരു പിതാവ് പറയുന്നത് പോലെ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ, അത്രയും ചെയ്യണം, ചെയ്തില്ലെങ്കിൽ ശിക്ഷ കിട്ടും. പഴയ നിയമത്തിലെ ആ ശുശ്രൂഷയെ സംബന്ധിച്ച് ശിക്ഷാവിധിയുടെ ശുശ്രൂഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിൽ അത് പറയും ഉള്ള ശുശ്രൂഷയുടെ നീതിയുടെ ശുശ്രൂഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീതിയുടെ ശുശ്രൂഷ, വിശ്വാസത്താൽ നമുക്ക് രക്ഷ ലഭിക്കുന്നു, ആരുടെയും പ്രവൃത്തിയുടെ ഫലമല്ല എന്നൊക്കെ എഫേസ്യസ് ലേഖനത്തിലൊക്കെ പൗലോസ് എടുത്തെടുത്ത് പറയുന്നതിന് കാര്യം അതാ.
ഇത് നീതിയുടെ ശുശ്രൂഷ. ഈ പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം, മറ്റേത് തേജോമയമായിരുന്നു, പഴയത്. അങ്ങനെയാണെങ്കിൽ നീതിയുടെ ശുശ്രൂഷ എത്രയോ തേജോമയമായിരിക്കും. ഇതാണ് കൂടുതൽ ഉത്തമമായിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും തേജോമയമായിരിക്കും എന്നാണ് പൗലോസ് പറയുന്നത്. പുതിയ ശുശ്രൂഷയ്ക്ക് ചില ശ്രേഷ്ഠതകളുണ്ടെന്നുള്ളത് പൗലോസ് എബ്രായ ലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനതൊന്ന് വേഗം ഒന്ന് പറഞ്ഞു വിടാം. പുതിയ നിയമത്തിലെ നീതിയുടെ ശുശ്രൂഷയ്ക്കുള്ള ശ്രേഷ്ഠതകൾ, അതിൽ ചില ഉത്തമമായ കാര്യങ്ങൾ എന്നാണ് എബ്രായ ലേഖനത്തെ ആ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഉത്തമമായ അരുളപ്പാടാണ്. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ പ്രവാചകന്മാരൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ ഇപ്പോൾ പുത്രൻ തന്നെ നേരിട്ട് സംസാരിച്ചിരിക്കുകയാണ്. കൂടുതൽ ഉത്തമം. 7-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു, ഏറെ നല്ല പ്രത്യാശ. നിയമം ഒന്നിനെയും പൂർണ്ണതയിലെത്തിച്ചിട്ടില്ല, അതിനേക്കാൾ ശ്രേഷ്ഠവും ദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതുമായ പ്രത്യാശ അതിൻ്റെ സ്ഥാനത്ത് നിലവിൽ വന്നു. ആദ്യത്തേത് നിയമമാണ്, അതൊന്നിനും പൂർത്തീകരിക്കുന്നില്ല. അത് നമുക്ക് കൽപ്പനകൾ തന്നേ ഉള്ളൂ. പക്ഷേ കൽപ്പനകൾ പലതും അനുസരിക്കാൻ വയ്യാത്തത് കൊണ്ട് അത് മരണത്തിന് കാരണമാകുന്നു, ആത്മീയ മരണത്തിന് കാരണമാകുന്നു. അതായിരുന്നു പഴയ നിയമത്തിൻ്റെ കൽപ്പനയുടെ ഒരു പ്രത്യേക ദോഷമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ പുതിയ നിയമത്തിൽ നമുക്കൊരു പ്രത്യാശയാണ് ഉള്ളത്. അത് കൂടുതൽ ശ്രേഷ്ഠമാണ്. 3-ാമത്തെ കാരണം, പരിപൂർണനാക്കപ്പെട്ട പുത്രനാണ് പുരോഹിതൻ. വാക്യം 7:28, നിയമം ബലഹീനരായ മനുഷ്യരെയാണ് പ്രധാന പുരോഹിതന്മാരായി നിയോഗിക്കുന്നത്, എന്നാൽ നിയമത്തിന് ശേഷം വന്ന ശബദത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും പരിപൂർണനാക്കപ്പെട്ട പുത്രനെ നിയോഗിക്കുന്നു. ഇപ്പോൾ പ്രധാന പുരോഹിതൻ യേശുക്രിസ്തു പുത്രനാണ്. മറ്റേത് മനുഷ്യർക്കുള്ള പ്രത്യേകത ബലഹീനരായ മനുഷ്യർ പുരോഹിതരായിരിക്കുന്നതിന് പകരം ഇപ്പോൾ യേശുക്രിസ്തു പുരോഹിതനായിരിക്കുന്നു, പ്രധാന പുരോഹിതനായിരിക്കുന്നു. അതാണ് പുതിയ നിയമത്തിൻ്റെ അശ്രേഷ്ഠത. അതുപോലെ ഒരു പുതിയ നിയമത്തിൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷ സ്ഥാനമുണ്ട്. 8:6 ഇപ്പോഴാകട്ടെ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷക സ്ഥാനവും അവന് ലഭിച്ചിരിക്കുന്നു. 5-ാമത്തെ കാര്യം, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം. 9-ാം അധ്യായം 24-ാം വാക്യം. അതായത് ബലി അർപ്പിച്ചാൽ പഴയ നിയമത്തിൽ രക്തമെടുത്തുകൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയി, ദൈവത്തെ സൂചിപ്പിക്കുന്ന സ്ഥലമാണ്, അവിടെ തളിക്കണം. യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ ചെല്ലുക എന്നുള്ളതിൻ്റെ പ്രതീകമായിരുന്നത്. പുതിയ നിയമത്തിൽ എന്ത് സംഭവിച്ചു? ബലി പൂർത്തിയായി കഴിഞ്ഞ് 3-ാം ദിവസം അതിരാവിലെ ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. നമുക്കറിയാമല്ലോ മഗ്ദലക്കാരി സ്ത്രീയോട് പറഞ്ഞ കാര്യം, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്കാണ് യേശു പ്രവേശിച്ചത്. പുതിയ ഉടമ്പടി ശുശ്രൂഷയുടെ ശ്രേഷ്ഠതയാണത്. പിന്നെ ഉത്തമമായ സമ്പത്ത്, ധനം നമുക്കുണ്ട്. 10-ാം അധ്യായം 34-ാം വാക്യം, കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു. 7-ാമത്തേത്, നമുക്ക് അതിശ്രേഷ്ഠമായ ഒരു ദേശമാണ് ലഭിക്കുന്നത്. ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് കനാൻ കൊടുക്കാമെന്ന് പറയുന്നത് പോലെ അല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്വർഗരാജ്യം തന്നെ. 11-ാം അധ്യായം 16-ാം വാക്യം, ഇപ്പോഴാകട്ടെ അവർ അതിനേക്കാൾ ശ്രേഷ്ഠവും സ്വർഗീയവുമായതിനെ ലക്ഷ്യം വയ്ക്കുന്നു. ഇപ്പം നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. 8-ാമത്തെ കാര്യം, മെച്ചപ്പെട്ട ഒരു പുനരുദ്ധാനം നമുക്ക് ലഭിക്കും. 11-ാം അധ്യായം 39-ാം വാക്യം, മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല,
കാരണം നമുക്ക് മെച്ചപ്പെട്ട ഒരു പുനരുദ്ധാനം ലഭിക്കുമെന്ന് നമുക്കറിയാം. അത് എബ്രായ ലേഖനം 11:40 ഒരു കാര്യം പറഞ്ഞു: ദൈവം നമുക്കായി കൂടുതൽ ശ്രേഷ്ഠമായത് നേരത്തെ തന്നെ നമുക്ക് വേണ്ടി കരുതി വച്ചിരുന്നു. കൂടുതൽ ശ്രേഷ്ഠമായത് നമുക്ക് വേണ്ടി കരുതി വച്ചിരുന്നു. ദൈവം നമ്മളോട് അത്രമാത്രം സ്നേഹമുള്ളതാണ്. കൂടുതൽ ശ്രേഷ്ഠമായവ നമുക്ക് വേണ്ടി കരുതി വച്ചിരുന്നു. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ അന്നേരം മനസ്സിലാക്കിക്കണം. നമുക്ക് ചിലപ്പം ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ നമ്മളങ്ങ് വിഷമിക്കും. കിട്ടാത്ത വേറെ കാര്യം കൊണ്ടാണ്. കാര്യം ഈ വാചകം ഓർത്തോണം. എബ്രായ ലേഖനം 11:40 കൂടുതൽ ശ്രേഷ്ഠമായത് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുക. ഇപ്പോൾ നമ്മളൊരു കാര്യം ചോദിച്ചു, അതങ്ങ് കിട്ടാനാണ് നമ്മുടെ ആഗ്രഹം. അല്ല, ദൈവം നമുക്ക് വേണ്ടി അതിനെക്കാട്ടിൽ ശ്രേഷ്ഠമായത് കരുതി വെച്ചിരിക്കുക. പിന്നെന്തിനാണ് ഇത് ചോദിക്കുന്നത് എന്ന അർത്ഥം. അത് നമ്മൾ ഓർത്തോണം. ഒന്ന് കിട്ടാതെ വല്ലതും വരുമ്പോൾ അങ്ങ് വിഷമിച്ച് ദുഃഖിക്കണ്ട. അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് നമുക്ക് ദൈവം കരുതി വെച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ ഓർക്കണം. അടുത്ത വാചകം ഞാൻ വായിക്കുകയാണ്. 10:11 ഒരിക്കൽ പ്രശോഭിച്ചിരുന്നത് അതിനെ അതിശയിക്കുന്ന മറ്റൊരു ശോഭമൂലം നിഷ്പ്രഭമായിരിക്കുന്നു. മങ്ങി മറഞ്ഞു പോയത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ് ഉള്ളതായിരിക്കും. തേജസ് ഉള്ളത് ആയിരുന്നു മോശയുടെ ശുശ്രൂഷ. പക്ഷേ അതിൽ മങ്ങിപ്പോയി, മറഞ്ഞുപോയി. അതിന് പകരം ഇപ്പോൾ ഒരെണ്ണം വന്നത് അതിനേക്കാൾ ശ്രേഷ്ഠമാണ്, കൂടുതൽ പ്രശോഭിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനിയും യേശുക്രിസ്തുവിൻ്റെ ഈ പ്രവർത്തന ഫലമായി നമുക്ക് ചില ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ക്രിസ്തുവിൽ ആചാര അനുഷ്ഠാനങ്ങൾക്കൊക്കെ മാറ്റമുണ്ടായി. പഴയതെല്ലാം നീങ്ങിപ്പോയി. ഹെബ്രായ ലേഖനം 2:15 എഫേസസ് ലേഖനം 2:15 കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. കൊളോസോസ് 2:14 നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ഇത് നിലനിൽക്കുന്നതാണ്. പുതിയ ശുശ്രൂഷയെക്കുറിച്ചാണ് പറയുന്നത്. പഴയത് അങ്ങ് തീർന്നു. പുതിയതിനെക്കുറിച്ച് പറയുന്നത് നിലനിൽക്കുന്നതാണ്. നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ പൗലോസ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ എന്താണെന്ന് മാത്രം ഒന്ന് പറയാം. ഒന്ന്, നിലനിൽക്കുന്നവ കൂടുതൽ ശ്രേഷ്ഠമാണല്ലോ. ഒന്ന്, ആത്മീയ ആഹാരം. യോഹന്നാൻ സുവിശേഷം 6:27 പറയുന്നു, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുകയും. ഇനി ആത്മീയമായ വേലകളുണ്ട് നിലനിൽക്കുന്നതിൽ. 1 കൊരിന്ത്യർ 3:14 ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. അവിടെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ചിലർ വൈക്കോൽ കൊണ്ട് പണിയും, ചിലർ സ്വർണം കൊണ്ടോ രക്തം കൊണ്ടോ പണിയും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. നിലനിൽക്കുന്നവയാണ് ശ്രേഷ്ഠമെന്ന്. പിന്നെ മൂന്നാമത്തെ കാര്യം 3 കൃപകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 13:12 അതായത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. എല്ലാം ഉണ്ടെങ്കിലും വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിൽക്കുന്നത്. അനശ്വരങ്ങളായത് അശ്രേഷ്ഠമാണ്. 4 കാണാത്തവയാണ് ശ്രേഷ്ഠം, കാണുന്നവയല്ല. 2 കൊരിന്ത്യർ 4:18 ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. അദൃശ്യമായവയാണ് പല കാര്യങ്ങളുണ്ട്. ദൈവത്തെ തന്നെ നമ്മൾ കാണുന്നില്ലല്ലോ. അനശ്വരമായിട്ടുള്ളതിലേക്കാണ് നമ്മൾ ശ്രദ്ധ പതിയേണ്ടത്. അതാണ് ശ്രേഷ്ഠം. 5 ആത്മീയമായ ഒരു രാജ്യം. ഇവിടെ ഒരു രാജ്യം കെട്ടിപ്പടിച്ച് രാജാവായിട്ടിരിക്കുന്നതല്ല പ്രധാനം. ഹെബ്രായർ 12:27 ഇളക്കപ്പെട്ട, സൃഷ്ടിക്കപ്പെട്ടവ നീക്കം ചെയ്യപ്പെടുമെന്നാണ്. ഇളക്കപ്പെടാൻ പാടില്ലാത്തവ നിലനിൽക്കാൻ വേണ്ടിയാണവ.
വേറൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് അനശ്വരമായ ഒരു ബീജത്തെക്കുറിച്ച്. 1 പത്രോസ് 1:23 അറിഞ്ഞിരിക്കണം നമ്മൾ. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. നമ്മൾ ആദ്യം ജനിച്ചു, അമ്മയുടെ ഉദരത്തിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞു, അനശ്വരമായ ഒരു ബീജത്തിൽ നിന്ന്. പക്ഷെ വീണ്ടും ജനിക്കണം, ജനിച്ചെങ്കിലേ കുഞ്ഞാകുന്നുള്ളൂ, ദൈവത്തിൻ്റെ പക്കലേക്ക് പോകാൻ ദൈവകുഞ്ഞായി മാറുന്നുള്ളൂ. അപ്പോൾ വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണ്? അത് സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്നാണ്. അതാണ് ബീജം. ദൈവവചനമാണ് ബീജം, അനശ്വരമായ ബീജം. അത് നമ്മൾ മറന്നു പോകരുത്. ആ ബീജത്തിൽ നിന്നാണ് ജനിക്കേണ്ടത്. അത് സജീവമാണ്, അത് ജീവനുണ്ട്. ദൈവവചനത്തിന് ജീവനുള്ളതാണ്, അത് സനാതനമാണ്, ഒരിക്കലും ഇല്ലാതായി മാറുന്നില്ല എന്നുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ജനിക്കണം. ജനിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ ഒരു കുഞ്ഞായി മാറി, ദൈവത്തിൻ്റെ മകനായി മാറി, മകളായി മാറി. ജനിച്ചെങ്കിൽ മാത്രമേ വളർന്ന് വലുതായി തീരാനൊക്കത്തുള്ളൂ. ജനിക്കണം എന്നുള്ള പ്രധാന സംഗതി. ഏതിൽ ജനിക്കണം? വചനത്തിൽ ജനിക്കണം. പത്രോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. 1 പത്രോസ് 1 23 വാക്യം. ഇനി 12 വാക്യം ഞാൻ വായിക്കുകയാണ്. 12 വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ ലോകത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ വിശുദ്ധിയുടെയും പരമാർത്ഥതയുടെയും വ്യാപരിച്ചു എന്ന മനസ്സാക്ഷിയാണ് ഞങ്ങളുടെ അഭിമാനം. അത് ഭൗതിക ജ്ഞാനത്താലല്ല. 3 12 വാക്യം. ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ ധൈര്യമുള്ളവരാണ്. ഞങ്ങൾക്ക് ഈ ദൃശ്യമായ ഒരു പ്രത്യാശയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ധൈര്യമുള്ളവരാണ്. പ്രത്യാശ 2 കാര്യങ്ങളെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന് പുനരുത്ഥാനത്തെക്കുറിച്ചുള്ളതും മറ്റേത് നിത്യജീവനെക്കുറിച്ച് ഉള്ളതും. തീത്തോസിൻ്റെ ലേഖനം 2 13 വാക്യത്തിൽ അതിൻ്റെ സൂചനയുണ്ട്. നമ്മുടെ മഹോന്നത ദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു പ്രത്യാശയെ നമ്മൾ കാത്തിരിക്കുക. ഒരു കാത്തിരിപ്പുണ്ട്, അതാ പ്രത്യാശയാണ്. കർത്താവ് രണ്ടാമത് വരുമ്പോൾ നമുക്ക് കൈവരാൻ പോകുന്ന അനുഗ്രഹത്തെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ പ്രത്യാശയാണ് നമ്മളെ നടത്തുന്നത്. ഇനി 13, 14, 15 വാക്യങ്ങൾ ഞാൻ ഒന്നിച്ചങ്ങ് വായിക്കാം. മങ്ങിക്കൊണ്ടിരുന്ന തേജസ്സിൻ്റെ തിരോധാനം ഇസ്രായേൽക്കാർ ദർശിക്കാതിരിക്കാൻ വേണ്ടി മുഖത്തെ മൂടുപടം ധരിച്ച മോശയെ പോലെയല്ല ഞങ്ങൾ. 13, 14, 15 വാക്യങ്ങൾ ഈ ആശയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മോശയുടെ മുഖത്തെ തേജസ് മങ്ങിക്കൊണ്ടിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല. ഇത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ശോഭ കൂടുതലാണ്. മൂടുപടമൊക്കെ അങ്ങ് നീക്കപ്പെടും. ആ നീക്കപ്പെട്ട മൂടുപടം കഴിയുമ്പോൾ നമ്മൾ കർത്താവിനെ യഥാർത്ഥത്തിൽ നമ്മൾ കാണും. ഇത് പുതിയ ഉടമ്പടിയാണെന്നറിയണം. പുതിയ ഉടമ്പടി എബ്രായ ലേഖനം 8 10 വാക്യത്തിൽ അത് പൗലോസ് നിർവചിച്ചിട്ടുണ്ട്. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും, അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് ജനവും. അത് നമ്മൾ ഓർക്കണം. അതാണ് പുതിയ ഒരു നിയമം. അതുകൊണ്ട് പഴയ മൂടുപടം നീക്കപ്പെടുകയും നമ്മൾ പുതിയതിലേക്ക് കടന്നു വരികയും ചെയ്യും എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. മോശയുടെ കാലത്ത് സംഭവിച്ചത് നമുക്കൊരു പ്രതീക്ഷയായിട്ട് സംഭവിച്ചിരിക്കുന്നതാണ്. മോശ ദൈവത്തിങ്കിലേക്ക് ചെല്ലുമ്പോൾ മൂടുപടം നീക്കുമല്ലോ. അതിൻ്റെ ആശയം എന്താണ്? ആരെങ്കിലും കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ അവൻ്റെ മൂടുപടം നീക്കപ്പെടും. ആ മൂടുപടം എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പം മനസ്സിലാകുന്നില്ല എന്ന് നമ്മൾ പറയും. അത് മൂടിക്കിടക്കുകയാണ്. നമ്മുടെ മനസ്സിന് ഹൃദയത്തിൽ ഒന്ന് തുറവി കൊടുക്കാത്തതുകൊണ്ട് സംഭവിച്ചതാണ്. അതൊന്ന് മാറ്റിയാൽ നമ്മൾ കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം അങ്ങ് നീക്കപ്പെടും. അതിൻ്റെ സൂചനയാണ് പണ്ട് മോശയുടെ മൂടുപടം നീക്കി ദൈവത്തിങ്കിലേക്ക് ചെല്ലുമ്പോൾ. ഇപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. കർത്താവിങ്കിലേക്ക് ഒരാൾ തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടും. കർത്താവിൻ്റെ അടുത്തത് 17 വാക്യം. കർത്താവ് ആത്മാവാണ്,
കർത്താവിൻ്റെ ആത്മാവുള്ളടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് ആത്മാവാണെന്ന് ഓർക്കണം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പഴയ നിയമത്തിൽ ഒന്ന് ചെയ്ത് തെറ്റാണെങ്കിൽ ആ തെറ്റ് വലിയ ശിക്ഷ ലഭിക്കും. അങ്ങനെ ശിക്ഷാവിധിയുടെ നിയമം എന്നൊക്കെയാണല്ലോ നമ്മൾ മുമ്പേയും പറഞ്ഞത്. പുതിയ നിയമത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ദൈവമക്കളായി തീരുകയാണ്. പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരും. 17-ാം വാക്യത്തിൽ തുടങ്ങുന്ന ഇങ്ങനെയാണ്, കർത്താവ് ആത്മാവാണ്. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സമറിയക്കാരി സ്ത്രീയുമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം. ആ സ്ത്രീ ഒരു സംശയം ചോദിച്ചു, ഞങ്ങൾ ഇവിടെ ആണല്ലോ ആരാധിക്കുന്നത്, നിങ്ങൾ ജെറുസലേമിലാണല്ലോ ആരാധിക്കുന്നത്, എവിടെ ഞങ്ങൾ ആരാധിക്കേണ്ടത് ശരിയായിട്ടും? അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ അറിയാത്തതിനൊക്കെ ആരാധിക്കാൻ ശരിയായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതാ യേശു പറയുന്നത്, കർത്താവ് ആത്മാവാണ്. കർത്താവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആ മലയിലും ഈ മലയിലും ജെറുസലേമിലും ഒന്നും അതല്ല പ്രശ്നം. ആത്മാവിൽ ആരാധിക്കണം. കാരണം കർത്താവ് ആത്മാവാണ്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മളൊരു വടക്ക് നോക്കി യന്ത്രം കൊണ്ടുവന്നിട്ട് തെക്കേതാ വടക്കേതാ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആരാധന നടത്തിയാൽ മതി എന്ന് നമ്മൾ ആരെയും നിർബന്ധിക്കരുത്. കാരണം കർത്താവ് ആത്മാവായതുകൊണ്ട് ആത്മാവിനും സത്യത്തിലുമാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്ന് കർത്താവ് പഠിപ്പിച്ചു. ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കണം. അവിടെ ഏത് ഡയറക്ഷനിൽ നിൽക്കണം എന്നുള്ളതിന് പ്രാധാന്യമില്ല. ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം സത്യത്തിൽ. സത്യം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ സത്യത്തിന് വിരുദ്ധമായ ഒന്നും കടന്നു വിടുവാൻ പാടില്ല എന്ന് നമ്മൾ ഓർക്കണം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസസത്യങ്ങൾക്ക് എതിരായ ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. പ്രാർത്ഥനയിലും അത് വരാൻ പാടില്ല, ആരാധനയിലും അത് വരാൻ പാടില്ല. ആരാധന വിശ്വാസവുമായിട്ട് പൊരുത്തപ്പെട്ടത് മാത്രമായിരിക്കണം, സത്യമായിരിക്കണം, ആത്മനിറവുള്ളതായിരിക്കണം. 18-ാം വാക്യം, കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടം അണിയാത്ത മുഖത്ത് പ്രതിഫലിപ്പിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. വേഗം ഞാൻ പറയുകയാണ്. കർത്താവ് എന്നുള്ള വാക്ക് യേശു ക്രിസ്തുവിനെയാണ് പൗലോസ് സാധാരണ കർത്താവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം അതങ്ങനെ ആയിരിക്കാം. എന്നാൽ സെപ്റ്റമെൻ്റ് ബൈബിളിൽ ആ കർത്താവ് എന്നുള്ളത് യഹോവയാണെന്നുള്ള അർത്ഥത്തിൽ അവിടെ വിചാരിക്കുന്ന പല അഭിപ്രായങ്ങൾ ഇതിലൊക്കെ ഉണ്ട്. പിന്നെ ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നെന്നാണ് ചിലരുടെ വ്യാഖ്യാനം. അല്ല, നമ്മുടെ ചൈതന്യം എന്ന് വേണേലും ചിന്തിക്കുന്നവരും ഉണ്ട്. പല അഭിപ്രായങ്ങളുമുണ്ട്. അത് പല അഭിപ്രായങ്ങളാണല്ലോ, പല രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കാം. വലിയ വിശ്വാസത്തിൽ കുഴപ്പങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം, നമ്മൾ മൂടുപടം അണിയാത്തവരാണ്. അപ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു? അതിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് നമുക്കൊരു രൂപാന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രൂപാന്തരം ഉണ്ടാകുന്ന പുനരുത്ഥാനത്തിലൊരു രൂപാന്തരം ഉണ്ടാകും. അതിനു മുമ്പ് തന്നെ ഇപ്പോൾ തന്നെ രൂപാന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഡെയിലി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. ഏതുവരെയാണ്? കർത്താവിൻ്റെ മഹത്വത്തിനോട് ചേർന്ന്, അവൻ്റെ സാദൃശ്യത്തോട് ചേർന്ന് വരത്തക്കവണ്ണം നമ്മളിങ്ങനെ ഓരോ നിമിഷവും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ദൈവമക്കൾ പ്രത്യേകം ഓർത്തോണം. നമ്മൾ പണ്ടായിരുന്നത് പോലെയല്ല. നമ്മൾ മഹത്വത്തിൽ കർത്താവിൻ്റെ മഹത്വത്തിനോട് സദൃശ്യമായ രീതിയിൽ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. പണ്ടത്തെ പോലെ അങ്ങ് ഇരുന്നാൽ പോരാ, അങ്ങനെ ഇരിക്കാനൊക്കത്തില്ല. ആത്മാ നിറവുള്ളവർ ഡെയിലി എല്ലാ സമയത്തും രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അവൻ്റെ സാദൃശ്യത്തിലേക്ക് എന്ന് നമ്മൾ ഓർക്കണം. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. ഇത് ദാനമായിട്ട് കിട്ടുന്നത് നമ്മളൊന്നും ചെയ്തിട്ടല്ല. ആത്മനിറവിലായിരുന്ന സത്യത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മൂടുപടം അണിയാത്തവരാ നമ്മൾ. അവനിലോട്ട് ചേർക്കപ്പെടുകയാണ്. ഒരു വലിയ രൂപാന്തരീകരണം, മാറ്റം നമുക്ക് ഉണ്ടാകും. നമ്മൾ പ്രതീക്ഷിച്ച് കഴിയുകയാണ്. ഈ 3-ാമത്തെ അധ്യായം നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞു. അടുത്ത 64-ാമത്തെ എപ്പിസോഡിൽ നമുക്ക് 4-ാമത്തെ അധ്യായം നമുക്ക് ചിന്തിക്കാം.
ഇപ്പോൾ നമ്മൾ കർത്താവിനോട് മഹത്വത്തിലേക്ക് ഇങ്ങനെ ചേർക്കപ്പെടുകയാണെന്നുള്ള ഓർമ്മ നമുക്കുണ്ടായിരിക്കണം. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായിയുടെ സുവിശേഷം 5:8 പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് കയറുകയാണെന്നുള്ള ഈ ആശയം പൗലോസ് വേറെ ചില ലേഖനങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 11 അധ്യായം 7 വാക്യം, 13 അധ്യായം 12 വാക്യം, 15 അധ്യായം 49 വാക്യം. നമ്മൾ രൂപാന്തരപ്പെട്ട് മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവൻ്റെ സാദൃശ്യം നമ്മൾ ധരിക്കുന്നത് വരെയും അത് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ഇരിക്കാം. 64 എപ്പിസോഡിൽ അടുത്ത അധ്യായം നമുക്ക് തുടങ്ങാം. നമ്മളിന്ന് ചിന്തിച്ചത് 3-ാമത്തെ അധ്യായത്തിൽ നമുക്കൊരു മാറ്റം വരണം. ഹൃദയത്തിലാണ് മാറ്റം വരേണ്ടത്. കൽപ്പനകളെ തലച്ചോറിലിരുന്നാൽ പോരാ, രൂപാന്തരീകരണം ഉണ്ടാകണം. ആ ബീജം, അനശ്വരമായ ബീജത്താൽ നമ്മൾ വീണ്ടും ജനിക്കണം. അങ്ങനെ ജീവിച്ച് നമ്മൾ കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പരിവർത്തനം വരുത്തണം. ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമുക്ക് ജീവിക്കാം. എല്ലാം കർത്താവ് നടത്തി പരിപാലിക്കട്ടെ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.